കൊച്ചിയിലെ ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന പ്രധാന പാതയായ പനമ്പള്ളി നഗർ തേവര റോഡ് ഇപ്പോൾ അപകടക്കണിയായി മാറിയിരിക്കുകയാണ്. പൂർത്തിയാകാത്ത ടാറിങ്ങും അതിലുപരി അറ്റകുറ്റപ്പണികളുടെ കാലതാമസവുമാണ് ഈ റോഡിനെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ അമൃത് പദ്ധതി പ്രകാരം കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചതിനാൽ വലിയ കുഴികളും വെള്ളക്കെട്ടുകളുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മെയിൻ റോഡിലെ ഗതാഗത കുരുക്ക് മൂലം ഈ റോഡ് ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന യാത്രക്കാർ 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന അറ്റകുറ്റപ്പണികൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. റോഡിന്റെ ഒരു വശം മുഴുവൻ കുഴികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ മറ്റേ വശത്തു കൂടി മാത്രമേ വാഹനങ്ങൾക്ക് പോകാനാകൂ. താൽക്കാലിക മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിക്കേഡുകളോ പോലും സ്ഥാപിച്ചിട്ടില്ലാത്തത് യാത്രക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഈ അശ്രദ്ധ കാരണം കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവായിരിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയിൽ കുഴികളിൽ വെള്ളം നിറയുന്നത് അവയുടെ ആഴം തിരിച്ചറിയാൻ പ്രയാസമാക്കുന്നു. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല കാൽനടക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സഞ്ചാരത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. നന്നാക്കാറില്ല, ഇത് എങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ റോട്ടിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ ചെളിയും വെള്ളവും എല്ലാം തെറിക്കും. പിന്നെ കസ്റ്റമേഴ്സിന് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്നാക്കിയിട്ട് അവര് ഈ കുറെ മെറ്റിൽ വന്ന് കൊണ്ടുവന്നിടും. പിന്നെ മഴ വരുമ്പോ വണ്ടികൾ പോകുമ്പോ അത് മെറ്റില് തെറിച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ ഇവര് പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു റോഡിനെ കുറിച്ച്. അവിടെ ഞാനിവിടെ ഉള്ളതല്ല, ഞാൻ ജോലിക്ക് തന്നെയാണ് ഇവിടെ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. കാൽനടക്കാർക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. ഇന്നാളത് അവിടെ ഒരു കാറ് താഴ്ന്നത് ഇങ്ങനെ കിടന്നേച്ച് അത് കണ്ടായിരുന്ന. അപ്പം അത്രോളം പറയാനായിട്ട് വളരെയധികം മോശമായ റോഡാണെന്ന് പറഞ്ഞു. റോഡിന്റെ ഈ അവസ്ഥയെ എങ്ങനെ പരിഹരിക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ ഇവിടുത്തെ കൗൺസിലർ ശ്രീമതി ലതികയെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് നമുക്കിപ്പോൾ കേൾക്കാം. ഇതിപ്പോ മഴ മാറിക്കഴിഞ്ഞാൽ പണി തുടങ്ങും, ടാറിങ് തുടങ്ങും. BM&BC റോഡാണ് വരണത്, നല്ല റോഡ്. ഇപ്പൊ വൈറ്റ് മെറ്റൽ ഇട്ടിട്ട് കുഴിയൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് അവര്. അപ്പൊ മഴ പെയ്താല് ടാറിങ് പ്രശ്നമാവുമല്ലോ, ഇടയ്ക്ക് മഴ പെയ്താൽ. അപ്പൊ അതുകൊണ്ടാണ് അവര് വൈകണത്. ഞാൻ ഇടയ്ക്ക് പോയി ചോദിച്ചായിരുന്നു. ഒരു മേരി സദൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് എടുത്തേക്കണത്. BM&BC ചെയ്യാൻ വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള പണ്ടിക്കറുപ്പൻ റോഡില്ലേ, പണ്ടിക്കറുപ്പൻ റോഡ് അറിയില്ല, അവിടെ ചെയ്തത് ഇവര് തന്നെയാണ്. നമ്മള് ചെയ്തതാണ് ആദ്യം ജനകീയ ആസൂത്രണ ഫണ്ടിലാണ് BM&BC റോഡ് പണ്ഡിറ്റ് കടപ്പനിൽ ചെയ്തത്. മഴക്കാലം കഴിയുന്നതോടെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൗൺസിലിനോട് സംസാരിച്ച പ്രകാരം അമൃതം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഫണ്ടിങ് വന്നിട്ടുണ്ട്. മഴക്കാലത്തിന് ശേഷമേ ഇനി ഇവിടെ റോഡ് പണി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് മെറ്റൽ ഇട്ട് ടെമ്പററി ആയിട്ട് ഇവിടെ റിപ്പയർ ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. KP വളം റോഡ് കോൺട്രാക്ട് എടുത്തവർ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള ടാറിംഗ് തന്നെ ഇവിടെയും ഉപയോഗിക്കുമെന്നാണ് കൗൺസിലർ ഉറപ്പ് നൽകുന്നത്. തേവരയിൽ നിന്ന് SS ന്യൂസിന് വേണ്ടി ക്യാമറമാൻ രാഹുൽ സതീഷിനോടൊപ്പം ദേവിചന്ദന.